ഹലോ, ഫേസ് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്ലയൻറ്റ് കൺസൾട്ടേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലയൻറ്റിന് എന്തെങ്കിലും അലർജി ഉണ്ടോ, കോസ്മെറ്റിക് അലർജി എന്തെങ്കിലും ഉണ്ടോ, ഫുഡ് അലർജി ഉണ്ടോ, നമ്മൾ എന്തൊക്കെ പ്രൊഡക്റ്റാണ് ഇവിടെ യൂസ് ചെയ്യണത്, ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ക്ലയൻറ്റ് കൺസൾട്ടേഷനാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ എഴുതിയിട്ട് ക്ലയൻറ്റിൻ്റെ സൈൻ മേടിച്ച് വെക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആദ്യത്തെ പ്രൊസീജിയർ. ഇതിന് മാത്രമല്ല, എല്ലാ ട്രീറ്റ്മെൻറ്റ് നമ്മൾ തുടങ്ങുമ്പോഴും ആദ്യം ഇങ്ങനെയാട്ടോ ചെയ്യുക. പിന്നെ ഈ ഫേസ് ഫാമിംഗ് ട്രീറ്റ്മെൻറ്റിൽ മെയിനായിട്ട് 3 സംഭവങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് അൾട്രാസോണിക് മെഷീൻ വെച്ചിട്ടുള്ള ഒരു മെത്തേഡ്, രണ്ടാമത്തത് NMES, മൂന്നാമത്തത് ലിംഫാറ്റിക് ഡ്രൈനേജ്. NMES എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂറോ മസ്കുലർ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ എന്നാണ് നമ്മളതിനെ പറയാം. അപ്പോൾ ഈ 3 സംഭവങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഫേസ് ഫാമിംഗ് ട്രീറ്റ്മെൻറ്റ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട NMESൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ NMES നമ്മൾ 2 തരം ആൾക്കാർക്ക് ചെയ്യാം. ഒന്ന് മെച്യൂർഡായിട്ട് അത്യാവശ്യം ഏജിങ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് അവരുടെ സ്കിന്ന് ഭയങ്കര സാഗി ആയിരിക്കും. സാഗി ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാർക്ക്, അതായത് ഒരു 35 ഇയേഴ്സ്, കുറച്ച് അത്ര പ്രായമുള്ള ആൾക്കാർക്ക് ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ സ്കിന്ന് കുറച്ച് സാഗി ആവാനും മറ്റേ റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഇതൊക്കെ വരും. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു NMES ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഇതല്ലാണ്ടും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ സ്കിന്നിൻ്റെ സാഗ്നെസ് കാര്യങ്ങൾ ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ആൻറ്റി ഏജിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഷീനാണ് NMES മെഷീൻ. ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് NMES. കാരണം ഏജിങ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മെഷീനാണ് ഈ NMES വെച്ച് നമ്മൾ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏജിങ് ഒന്നല്ല, പക്ഷേ അത്യാവശ്യം ചബ്ബി ആയിട്ടുള്ള ഒരു ഫേസ് ഉണ്ടാവില്ലേ, അവർക്കാണ് നമ്മൾ ചെയ്യുക. നമ്മളിപ്പോൾ എത്ര ചിലപ്പോൾ എക്സസൈസ് ചെയ്തിട്ട് വെയിറ്റ് കുറച്ചാലും നമ്മുടെ ഫേസിലത്തെ ആ ഒരു ചബ്ബിനെസ് കാര്യങ്ങൾ അതൊന്നും മാറില്ല. ചിലപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്താൽ മാറും, പക്ഷേ എത്ര ആയാലും ആ ഒരു ജോലൈനും കാര്യങ്ങളൊക്കെ ഒന്ന് വരാൻ വേണ്ടി എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവും അല്ലേ. ചബ്ബി ഫേസ് ഉള്ളവർ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ഫേസ് നന്നായിട്ട് മെലിയണം, ആ ഒരു ചബ്ബിനെസ്സൊക്കെ പോയി നല്ലൊരു ജോലൈനും കാര്യങ്ങളൊക്കെ അത് നല്ലൊരു ഷേപ്പുള്ള ഫേസ് ആവണം എന്നുള്ളത് അല്ലേ. അതിനൊക്കെ ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ ഈ NMES എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ചബ്ബിനെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്താലും ചിലപ്പോൾ ഫേസത്തെ ആ ഒരു ഫാറ്റും കാര്യങ്ങളും ആ ഒരു നല്ല തുടുത്ത കവളെന്നൊക്കെ പറയില്ലേ, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അത് നമുക്ക് വർക്കൗട്ട് ചെയ്തുകൊണ്ട് മാത്രം ചിലപ്പോൾ പറ്റില്ല. പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ചബ്ബി കാര്യങ്ങൾ അതൊക്കെ മാറി നല്ലൊരു ഫേസ് ഒരു ജോലൈനൊക്കെ കൂടി നല്ലൊരു ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏജിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഈ ചബ്ബി ഫേസ് ഉള്ളവർക്കൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. സ്ലിം ആയിട്ടുള്ള ഒരു ഫേസ് ഉള്ള ആൾ, അല്ലെങ്കിൽ ഇപ്പം നല്ല സ്ലിം ആയിട്ടുള്ള ആൾ, ഇപ്പോൾ നമ്മുടെ ഫേസ് തന്നെ ഭയങ്കര ഷേപ്പൊക്കെ ആണ്, അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും നമ്മൾ ഒരിക്കലും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല കേട്ടോ. ഒന്നെങ്കിൽ ചബ്ബി ഫേസ് ആവണം, അല്ലെങ്കിൽ ഒരു 35 ഇയേഴ്സ് കഴിഞ്ഞ് ഒരു മറ്റേ ഏജിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്കിന്ന്, അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ NMES മെയിനായിട്ട് ചെയ്യുക. അല്ലാത്തവർക്കും ചെയ്യാം, പക്ഷേ ഒരിക്കലും സ്ലിമ്മായിട്ട്, അതായത് ഫേസിൽ ഇങ്ങനെ എല്ലൊക്കെ കാണുന്ന രീതിയിലുള്ള അവർക്ക് നമ്മൾ ഒരിക്കലും NMES ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ ചബ്ബി ഫേസ് ആവണം, അല്ലെങ്കിൽ ഒരു നോർമൽ ഫേസ്, നല്ലോണം സ്ലിം ആവാതെ ഒരു നോർമൽ ഫേസ് അവർക്കൊക്കെ ചെയ്യാം. കാരണം ഇതല്ലാണ്ട് വേറെയും കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ മസിൽ സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും NMES ട്രീറ്റ്മെൻറ്റ്. മസിൽ സ്ട്രെങ്ത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ നമ്മുടെ സ്കിന്ന് സാഗി ആവും. നമ്മുടെ സ്കിന്ന് സാഗി ആവാനുള്ള മെയിനായിട്ടുള്ള കാര്യം, അതായത് നമുക്കൊരു 35 വയസ്സിനൊക്കെ ശേഷം നമ്മുടെ മസിലിൻ്റെ സ്ട്രെങ്ത്ത് കുറയാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ സ്കിന്ന് സാഗി ആയ പോലെയൊക്കെ നമുക്ക് ഫീൽ ആവുക. അപ്പോൾ നമ്മുടെ മസിലിൻ്റെ സ്ട്രെങ്ത്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ടോണിങ് എഫക്റ്റ് കൊടുക്കും. പിന്നെ നമ്മുടെ ഫേസിൻ്റെ ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ നമുക്കറിയാം ഏജിങ് ആയിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഉണ്ടാവുക റിങ്കിൾസ്, പിന്നെ അതുപോലെ ഫൈൻ ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം റെഡ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ജോലൈന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ബെനിഫിറ്റ്സ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ല. ഇതിപ്പോൾ അതായത് ഒരു ചെറിയൊരു ഇലക്ട്രിക് കറണ്ടാണ് നമ്മൾ ഈ ഒരു മെഷീനിൽ നമ്മൾ ഫേസ് വഴി കടത്തി വിടുന്നത്. ഒരു ചെറിയൊരു ഇലക്ട്രിക് കറണ്ട് നമ്മുടെ ഫേസിലൂടെ കടത്തി വിട്ടിട്ടാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫേസത്തെ, അതായത് നമുക്ക് കുറച്ച് മോട്ടോർ പോയിൻറ്റ്സ് ഉണ്ട്. ഈ മോട്ടോർ പോയിൻറ്റ്സ് ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അതിലൂടെയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് വർക്കാവണത്.
പിന്നെ ഈ മെഷീൻസ് നമ്മൾ ഓരോ സ്ഥലത്ത് വെക്കുമ്പോഴും അത് ക്ലയൻറ്റിന് നന്നായിട്ട് അറിയാൻ പറ്റും. അത് അറിയാൻ പറ്റണം, എന്നാലാണ് ആ ഒരു പ്രൊസീജിയർ അവിടെ വർക്ക് ആവുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ തവണ വെക്കുമ്പോഴും ക്ലയൻറ്റിനോട് ചോദിക്കും, ഇത് കിട്ടുന്നുണ്ടോ, കിട്ടുന്നത് കൂടുതലാണോ, ഇതെല്ലാം നമ്മൾ ചോദിച്ചിട്ടാണ് നമ്മൾ ഓരോ ഭാഗത്ത് വെക്കുമ്പോഴും നമ്മൾ അങ്ങനെ ചോദിക്കും. ഒരു ചെറിയ തരത്തിലൊരു പല്ലുപുളിപ്പും ഒരു തരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടെങ്കിലാണ് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുക. അല്ലെങ്കിൽ ഇത് നമുക്ക് കിട്ടുന്നില്ല. അത് കറക്റ്റായിട്ടുള്ള ഒരു മോട്ടോർ പോയിൻറ്റ്സിൽ അത് നമ്മൾ വെച്ചാൽ മാത്രമാണ് ക്ലയൻറ്റിന് ആ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ. ആ ഫീൽ ഉണ്ടായാലാണ് നമുക്കതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ. ഇപ്പോൾ അത് കഴിഞ്ഞ് ഇതിപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് NMES മെഷീൻ കൊണ്ട് തന്നെ ലിംഫാറ്റിക് ഡ്രൈനേജ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ലിംഫാറ്റിക് ഡ്രൈനേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഷോർട്ടാക്കി പറയാന്നുണ്ടെങ്കിൽ, നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മുടെ ലിംഫ് നോട്ട്സിലുള്ള എക്സസ് ഫ്ലൂയിഡും ടോക്സിൻസും ഒക്കെ റിമൂവ് ചെയ്യാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയറിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള നമുക്കുള്ള ബെനിഫിറ്റ് എന്താണ്? നമ്മുടെ ഫേസിലത്തെ പഫിനെസ് ഉണ്ടാവില്ലേ, അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. പിന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. പിന്നെ നമുക്ക് നല്ലൊരു ഹെൽത്തി കോംപ്ലക്ഷൻ നമുക്ക് പ്രൊമോട്ടാവും. പിന്നെ നമ്മുടെ ടെൻഷൻ കുറക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ചെയ്താൽ എങ്ങനെ ടെൻഷൻ കുറയുമെന്ന്. അത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ നമ്മുടെ സൈനസ് കൺജക്ഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. പിന്നെ നമുക്ക് ഡാർക്ക് സർക്കിൾസും റിങ്കിൾസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ പുതിയൊരു സെല്ല് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിംഫാറ്റിക് ഡ്രൈനേജ് ചെയ്താൽ പുതിയൊരു സെല്ല് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ ക്ഷീണം, സ്ട്രെസ്സ് കാര്യങ്ങൾ ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ടെൻഷനും സ്ട്രെസ്സും ഇതൊക്കെ എങ്ങനെ കുറക്കുക എന്നുള്ളത് ഡൗട്ട് ഉണ്ടാവില്ലേ. നമ്മളിപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഭയങ്കര തിക്കും ഒക്കെ ആയിട്ട് ഭയങ്കര സ്ട്രെസ്സും അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഒരു ദിവസം മുഴുവൻ നമ്മൾ അങ്ങനെയൊക്കെ ഒരു ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ ഈ ഫുള്ള് സ്ട്രെസ്സ്, ഭയങ്കര തിരക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ ലിംഫാറ്റിക്, അതായത് നമ്മുടെ ഒരു ലിംഫ് നോട്ട്സ് ഉണ്ട്, ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ലിംഫ് നോട്ട്സ് ഉണ്ട്. ആ ലിംഫ് നോട്ട്സിൽ ഫ്ലൂയിഡ് കൂടും, അതുപോലെ ടോക്സിൻസും കാര്യങ്ങളൊക്കെ വന്ന് നിറയും നമ്മുടെ ഒരു ലിംഫ് നോട്ട്സിൽ. അങ്ങനെ ഈ ടോക്സിൻസും കാര്യങ്ങളൊക്കെ വളരെ കൂടുതൽ നന്നായിട്ട് വന്ന് നിറയുക, അതുപോലെ ഫ്ലൂയിഡൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ കൂടുക, അതുപോലെ നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ട് തോന്നുക, ഭയങ്കര ഡിപ്രഷൻ പോലെ, അങ്ങനെ ആകെപ്പാടെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ലിംഫ് നോട്ട്സിൽ നമുക്ക് ടോക്സിൻസും കാര്യങ്ങളൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ലിംഫാറ്റിക് ഡ്രൈനേജ് ചെയ്യുന്നതിലൂടെ അതെല്ലാം റിമൂവ് ആവും. ആവശ്യമില്ലാത്ത ടോക്സിൻസും ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ റിമൂവ് ആവും. അപ്പോഴാണ് നമ്മൾ ടെൻഷൻ ഫ്രീ ആവും, സ്ട്രെസ് ഫ്രീ ആവും, അതുപോലെ നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നല്ലൊരു അത് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയൻറ്റുകൾ പറയാറുണ്ട്, നല്ലൊരു ഒരു തെറാപ്പിയൊക്കെ കഴിഞ്ഞ പോലെ നല്ലൊരു ഫീല് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ലിംഫാറ്റിക് ഡ്രൈനേജിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ്. ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഫേസ് വാമിങ് ട്രീറ്റ്മെൻറ്റ്. ഇതല്ലാണ്ട് NMES തനിച്ച് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ലിംഫാറ്റിക് ഡ്രൈനേജ് തന്നെ പലതരത്തിലുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.